വനിതാ ഏകദിന ലോകകപ്പിലെ വിവാദ പരാമർശത്തിൽ ന്യായീകരണവുമായി കമന്റേറ്ററും മുൻ പാക് താരവുമായ സന മിർ. ആസാദി കശ്മീർ പരാമർശത്തിൽ നതാലിയ പർവേസ് വളർന്നു വന്ന സാഹചര്യങ്ങൾ തുറന്നുകാട്ടുകയായിരുന്നുവെന്ന് സന. പരാമർശത്തിൽ ദുരുദ്ദേശമുണ്ടായിരുന്നില്ല, ആരുടെയും വികാരങ്ങൾ വ്രണപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നും വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും സന മിർ. പാകിസ്ഥാൻ ബംഗ്ലാദേശ് മത്സരത്തിനിടെ ആസാദി കശ്മീരിൽ നിന്നുള്ള കളിക്കാരിയെന്ന് നതാലിയ പർവേസിനെ സന മിർ വിശേഷിപ്പിച്ചതാണ് വിവാദമായത്. പുതിയ സീസണ് മുന്നോടിയായി ആദ്യ വിദേശ സൈനിങ് നടത്തി കേരള ബ്ലാസ്റ്റേഴ്സ്. സ്പാനിഷ് മുന്നേറ്റ താരം കോൾഡോ ഒബിയേറ്റയെ ടീമിലെത്തിച്ച് ബ്ലാസ്റ്റേഴ്സ്. 1 വർഷത്തേക്കാണ് താരവുമായി ക്ലബ്ബ് കരാറിലെത്തിയത്. സ്പാനിഷ് ക്ലബ്ബായ റയൽ യൂണിയനിൽ നിന്നാണ് താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത്. 2026 ലോകകപ്പിനായുള്ള ഔദ്യോഗിക പന്ത് പുറത്തിറക്കി ഫിഫ. ട്രയോണ്ട എന്നാണ് ഫിഫ പന്തിന് പേരിട്ടിരിക്കുന്നത്. അടുത്ത വർഷത്തെ ലോകകപ്പ് ആതിഥേയരായ അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളുടെ നിറങ്ങൾ ഉപയോഗിച്ചാണ് അഡിഡാസ് പന്ത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കും സൗഹൃദ മത്സരത്തിനുമുള്ള ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീമിനെ പ്രഖ്യാപിച്ചു. ജാക്ക് ഗ്രീലിഷ്, ജൂഡ് ബെല്ലിംഗ്ഹാം, ഫിൽ ഫോഡൻ തുടങ്ങിയ താരങ്ങൾക്ക് ടീമിൽ ഇടം പിടിക്കാനായില്ല. പരിക്ക് ഭേദമായ ബുക്കായോ സാക്ക, ജോൺ സ്റ്റോൺസ് എന്നിവർ ടീമിൽ തിരിച്ചെത്തി. ഒക്ടോബർ 10-നാണ് വെയിൽസിനെതിരെയുള്ള സൗഹൃദ മത്സരം. ഒക്ടോബർ 15-നാണ് ലാറ്റ്വിയക്കെതിരായുള്ള ലോകകപ്പ് യോഗ്യതാ മത്സരം. ഓസ്ട്രേലിയ ന്യൂസിലൻഡ് രണ്ടാം T20 മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. ഓസ്ട്രേലിയ 1 വിക്കറ്റ് നഷ്ടത്തിൽ 16 റൺസ് എടുത്തിരിക്കെയാണ് മഴയെത്തിയത്. ആദ്യ മത്സരം വിജയിച്ച ഓസ്ട്രേലിയ പരമ്പരയിൽ മുന്നിലാണ്. പരമ്പരയിലെ 3-ാം മത്സരം നാളെ നടക്കും. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ഇറ്റാലിയൻ ടീമിനെ പ്രഖ്യാപിച്ച് ജെന്നാരോ. മിഡ്ഫീൽഡർ ബ്രയാൻ ക്രിസ്റ്റാന്റെ ടീമിൽ തിരിച്ചെത്തി. ഫെഡറിക്കോ കിയാസയ്ക്ക് ടീമിൽ ഇടം നേടാനായില്ല. ഈ മാസം നടക്കുന്ന യോഗ്യതാ മത്സരങ്ങളിൽ എസ്റ്റോണിയയും ഇസ്രയേലുമാണ് ഇറ്റലിയുടെ എതിരാളികൾ.